ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്നൊരു സൺഡേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു ഡേ വ്ളോഗ് ചെയ്യാമെന്ന്. ഞാൻ ഒരു മിനിറ്റ്, എൻ്റെ ഹെയർ കുറച്ച് മെസ്സിയാണ്, അത് മെയിൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ചിലപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടേക്ക് വരും. ഞാൻ ആക്ച്വലി ഇപ്പം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സൺഡേ ആയതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഈ ഡെയിലി നോർമൽ ഒരു റുട്ടീൻ പോലെയുള്ളത് കാണിക്കാമെന്ന്, വീഡിയോ ആയിട്ട് വ്ളോഗ് പോലെ. എനിക്കാണെങ്കിൽ കുറച്ച് ടാസ്കുകളുണ്ട് ഇന്ന് ചെയ്യാൻ. ലൈക്ക് എനിക്ക് പിക്ചേഴ്സ് എടുക്കണം, വീഡിയോസ് എടുക്കണം, ഒരു ബ്രാൻഡിന് അയക്കാനുള്ളത്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചെയ്യാം, കാരണം ഇപ്പോൾ ഒരു മോർണിംഗ്, ഇപ്പോൾ ഒരു 9:30 എന്തോ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നല്ല ലൈറ്റിംഗ് ആയിരിക്കും, അപ്പോൾ ഇപ്പോൾ എടുക്കുക, ഒരു 1 hour തീരുമായിരിക്കും. ആൻഡ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം. ആൻഡ് ഞാൻ വിചാരിച്ചു ഐ വിൽ ടേക്ക് യു ഗൈസ് വിത്ത് മീ. ഓക്കെ, ഞാൻ ആക്ച്വലി കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്തായിരുന്നു, പിന്നെ അതുകൊണ്ട് അപ്പോൾ അതിനെ ഉണക്കാനിടാം. ആക്ച്വലി ഞാൻ പിക്ചേഴ്സ് എടുത്തു. ഈ ക്ലോത്ത്സിൻ്റെ ആയിരുന്നു പിക്ചേഴ്സ് എടുക്കാനുള്ളത്. 1 2 3 4 5 6 ഞാനിപ്പോൾ പിക്ചേഴ്സ് എല്ലാം എടുത്തു കഴിഞ്ഞു എൻ്റെ. ഇനി എന്താ, ഞാൻ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് പഴം കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക്, പക്ഷെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഓൾസോ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കുറച്ച് ക്ലോത്ത്സ് കഴുകാനിട്ടിട്ടുണ്ട്. അതിന് വീണ്ടും അത് ഇനി കഴിയുമ്പോൾ വീണ്ടും പോയി ഇടണം. സൺഡേ എന്തൊരു ഉറക്കം വരില്ലാന്നറിയോ? അല്ല, സൺഡേ എനിക്ക് ഉറക്കം വരില്ല, സോറി, സൺഡേ എനിക്ക് അത്ര ഉറക്കം വരില്ല, പക്ഷെ എനിക്ക് കിടക്കണം. പണികൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് ആലോചിക്കാം. അതൊരു നല്ല ഐഡിയ ആയിരിക്കും അല്ലേ? നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇപ്പം ആക്ച്വലി 11 ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ച് ഉണ്ടാക്കാം. അല്ല, ഫസ്റ്റ് ക്ലോത്ത്സ് പോയിട്ട് ഇടാം, എന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാം. ഫസ്റ്റ് ഡ്രസ്സ് മാറ്റണം. പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തതാ. ഇനി ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് കിച്ചണിൽ പോവാം. ഞാനിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ പോവാ. ഞാൻ രാവിലെ ജസ്റ്റ് പഴം മാത്രമാണ് കഴിച്ചത്. ഞാൻ വിചാരിച്ചു ഞാൻ ഓൾറെഡി റൈസൊക്കെ ബോയിൽ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നൊരു സാധനം ഫ്രൈഡ് റൈസ്, അതാകുമ്പോൾ വെജിറ്റബിൾസും അതിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ പുതിയതായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പഠിച്ചു. ലൈക്ക് നിങ്ങൾ ബാർബിക്യൂ നേഷനിൽ പോയിട്ടുണ്ടോ? ബാർബിക്യൂ നേഷനിൽ മറ്റേ കോൺ ഫ്രൈസ് കിട്ടില്ലേ, അതായത് ഫ്രൈഡ് കോൺസ് കിട്ടില്ലേ? ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ആ സാധനം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പം ഞാനിപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരു റൈസ് പോലെ ദെൻ വെജിറ്റബിൾസ് സോട്ട് ചെയ്തിട്ട് ഞാൻ അതെല്ലാം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. കൂടെ ഞാൻ വിചാരിച്ചു ചിയാ സീഡ് പുഡിങ് ഉണ്ടാക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ. യൂഷ്വലി ഞാൻ കോക്കനട്ട് മിൽക്കിൽ ഉണ്ടാക്കുക. ഇന്ന് കോക്കനട്ട് മിൽക്ക് പൗഡറൊന്നുമില്ല. ഞാൻ വിചാരിച്ചു നോർമൽ മിൽക്കിൽ ജസ്റ്റ് ചിയാ സീഡ്സ് ഇട്ടിട്ട് ഞാനത് നോർമൽ മിൽക്കിൽ ചിയാ സീഡ്സ് ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 2-3 hours കഴിയുമ്പം
കുറച്ച് ഷുഗർ ഓർ ഹണി ഇടാം. ഹണി ഇടായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു 2-3 hours കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കുമ്പം നൈസാ. എന്നിട്ട് ഞാനൊരു 2-3 hours ഫ്രിഡ്ജിൽ വയ്ക്കും. കോൺ ഇങ്ങനെയല്ല ഇരിക്കണ്ടേ, കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് ഇരിക്കണം. ലഞ്ചൊരു 12:30 എന്തോ ആയപ്പോൾ ലഞ്ച് ഉണ്ടാക്കിയതാ. ലഞ്ച് കഴിച്ച് ഞാനങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2 hours പോയി. ഇപ്പോൾ 2 o'clock ആയി. കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര സെൽഫ് കെയർ അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ ഞാനിത് കുറേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന്. കാരണം യൂഷ്വലി വീക്ക് ഡേയ്സിന് എനിക്ക് ഒട്ടും ടൈം കിട്ടാറില്ല. കാരണം രാവിലെ ഞാൻ എന്തെങ്കിലും ഏർലി മോർണിംഗ് എണീക്കുകയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും വീഡിയോസ് എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ പിക്ചേഴ്സ്. പിന്നെ ഫുഡ് ഞാനിവിടെ കുക്ക് ചെയ്യുക, അപ്പോൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെ. പിന്നെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പം ടയർഡായിരിക്കും. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ വീക്ക് ഡേയ്സ് ഭയങ്കര ഫുള്ളി പാക്ഡാണ്. അപ്പോൾ എനിക്ക് വീക്ക് ഡേയ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ജസ്റ്റ് നെയിൽസ് എല്ലാം ഒന്ന് നെയിലൊക്കെ ഒന്ന് ഗ്രൂം ചെയ്യാമെന്ന്. ആക്ച്വലി എനിക്ക് നെയിൽസ് ഒന്നും കാണിക്കണ്ട. ഷേപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും പുതിയ നെയിൽ പെയിൻറ്റോ എന്തെങ്കിലും ചെയ്യാമെന്ന്. ആക്ച്വലി എൻ്റെ സിസ്റ്റർ ഉണ്ട്. എനിക്ക് ആക്ച്വലി 4 sisters ഉണ്ട്. അതിൽ ഒരാളുണ്ട്, എൻ്റെ സിസ്റ്ററുണ്ട് ആശേച്ചി. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം. ആശേച്ചിയുടെ ഒരു ഫുൾ സെറ്റൊക്കെ ഉണ്ട് നെയിൽസിൻ്റെ, ആൻഡ് കുറേ നെയിൽ പോളിഷ് അങ്ങനെയൊക്കെ. ചില സമയത്ത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ എനിക്കും കൂടെ ചെയ്തു തരും. ചോദിക്കുമ്പോൾ ആശേച്ചി അതെല്ലാം ചെയ്തു തരും. പക്ഷെ ഞാനായിട്ട് ചെയ്യൽ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് ചെയ്യാമെന്ന്. ആക്ച്വലി എനിക്ക് നെയിൽസ് ഒന്നും ഇല്ല. ആക്ച്വലി എനിക്ക് എൻ്റെ ഹാൻഡ്സ് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. ഭയങ്കര ഒരു ഓൾഡ് പീപ്പിളുടെ ഹാൻഡ്സാണ്. ഞാൻ എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും ഭയങ്കര ഡ്രൈ ഹാൻഡ്സ് എൻ്റെ. അപ്പം എനിക്ക് എൻ്റെ ഹാൻഡ്സ് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഞാനത് മൈൻഡ് ചെയ്യാത്തത്. ഞാൻ വിചാരിച്ചു ഇന്ന് മൊത്തത്തിലൊരു സെൽഫ് കെയർ ഡേ ആക്കാമെന്ന്. പിന്നെ എനിക്ക് ഞാൻ ഒരു ബാച്ച് ക്ലോത്ത്സ് ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റെയിനൊക്കെ ആയതുകൊണ്ട് എൻ്റെ റാക്സിലുള്ള കുറേ ഡ്രസ്സുകളുണ്ട്. അത് വാഷ് ചെയ്യാനുള്ളതല്ല, പക്ഷെ ആ ഹ്യൂമിഡിറ്റി കാരണം കുറച്ച് ഫംഗസ് പോലെയൊക്കെ വന്നു തുടങ്ങി ക്ലോത്ത്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാൻ ഒരു ഡീഹ്യൂമിഡിഫയർ പോലെ ഒരു നമുക്ക് സാഷേ പാക്കിൽ കിട്ടും മേടിക്കാൻ. ലൈക്ക് നമ്മളത് ഹാങ് ചെയ്ത് വെച്ചാൽ മതി കബേർഡിലൊക്കെ. അപ്പോൾ ഹ്യൂമിഡിറ്റി അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ക്ലോത്ത്സ് എല്ലാം ഇന്നാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സണ്ണി ഡേ പോലെയാ, ഒട്ടും മഴയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ക്ലോത്ത്സ് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് അതും കൂടെ ചെയ്യാമെന്ന്. ആൻഡ് ഞാൻ ഹെയർ എന്നും വാഷ് ചെയ്യാറില്ല. ഞാൻ ഹെയർ വാഷ് ചെയ്യണ ദിവസങ്ങളിൽ മിക്കപ്പോഴും ഞാൻ ഓയിൽ ചെയ്യും. ആക്ച്വലി ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല നോക്കേണ്ട കാര്യം ഓയിൽ ചെയ്ത ഫുള്ളി ഓയിൽ പോകുന്ന നോക്കണം. ഓയിൽ ഫുൾ ഷാമ്പൂ ഇട്ട് കളയണം. അല്ലെങ്കിൽ ആക്ച്വലി ഡാൻഡ്രഫ് വരാൻ, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 4:50 ആ ഒരു ടൈമായി. ഇത്ര നേരം എന്ത് ചെയ്തു എന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ ആക്ച്വലി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ പിന്നെ ഫോണിൽ നോക്കിയിരുന്നു പോയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുളിക്കാമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഓയിൽ ചെയ്ത് യൂഷ്വലി കുളിക്കാറ്. അപ്പം ഞാൻ ജസ്റ്റ് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഇപ്പോൾ കുളിച്ച് വന്നു. ഞാൻ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യായിരുന്നു.
റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഐസ് ഇടും. അപ്പം നിങ്ങൾക്ക് വേഗം ഐസ് ഇടാം. രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ എന്താന്നറിയില്ല, മഴ തുടങ്ങി. അറിയില്ല, നാളെ ഓഫീസ് ഉണ്ട്. ഭയങ്കര ബോറാ ഓഫീസിൽ പോവാൻ ആലോചിക്കുമ്പോഴേ മടിയാവുക. അറിയില്ല, ഇനി ഡിന്നറിന് ഞാൻ വിചാരിച്ചു മാഗി കഴിക്കാം. ഇന്ദിരമ്മ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു ഈ വീഡിയോ. കാരണം എനിക്ക് ഒന്നും കുക്ക് ചെയ്യാനുള്ള മൂഡില്ല. ഞാൻ വിചാരിച്ചു മാഗിയിൽ മുട്ടയിട്ടിട്ട് കഴിക്കാമെന്ന്. ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ 100 day ചാലഞ്ച് കഴിയാൻ ഇനി ലെസ് ദാൻ എ വീക്കുള്ളൂ. ഞാൻ 10K ആവാറായി. എനിക്കും വിചാരിച്ചില്ല ഞാൻ ഈ 100 day ചാലഞ്ച് തുടങ്ങും. ഞാൻ വെറുതെ ഞാൻ 30 day ചാലഞ്ച് ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 30 days ഇട്ടായിരുന്നു. അത് ഞാൻ ഇപ്പം താമസിക്കുന്ന പ്ലേസിൽ ആയിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഹോസ്റ്റലിലായിരുന്നു. ഞാൻ ആ ഹോസ്റ്റലിലുള്ളപ്പോൾ എടുത്തതായിരുന്നു. അവിടെയാണെങ്കിൽ കുറച്ച് ലിമിറ്റഡ് സ്പേസ് അങ്ങനെ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കും മേക്കപ്പ് വീഡിയോസോ അങ്ങനെയൊക്കെ. പക്ഷേ അപ്പം അത് എനിക്ക് വലിയ റീച്ചൊന്നും കിട്ടുന്ന പോലെ തോന്നിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടത്തിന് എടുക്കും, പോസ്റ്റ് ചെയ്യും അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്ലേസിലാകുമ്പോൾ ഇവിടെ എനിക്ക് കമ്പാരിറ്റീവ്ലി സ്പേസ് ഉണ്ട് കമ്പയർഡ് ടു എൻ്റെ ഹോസ്റ്റൽ. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി, എന്നാൽ എനിക്ക് ആക്ച്വലി മോർ ദാൻ മേക്കപ്പ് എനിക്ക് സ്റ്റൈലിങ് ആൻഡ് അതൊക്കെ ഇഷ്ടം. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന്. പക്ഷെ ഇപ്പം ആക്ച്വലി വി ആർ ക്ലോസ് ടു 10K ഓൺ ഇൻസ്റ്റഗ്രാം. എനിക്കാണെങ്കിൽ യൂട്യൂബിൽ വ്ളോഗ്സ് ഒക്കെ കാണാനും ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഞാനും ഒരെണ്ണം എടുത്തിടാമെന്ന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ഒന്നും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ജസ്റ്റ് റെഗുലർ സൺഡേ ഇങ്ങനെയായിരിക്കും. ഇന്ന് ആക്ച്വലി കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു സൺഡേ ഞാനിങ്ങനെ പ്രോപ്പറായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഫ്രണ്ട്സ് വരും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും, അങ്ങനെ എന്തെങ്കിലും. ഇന്നിപ്പോൾ ഞാൻ ഒന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, രാവിലെ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഒരു ബ്രാൻഡിൻ്റെ ക്ലോത്ത്സിൻ്റെ പിക്ചേഴ്സ്. അതെല്ലാം എടുത്തിട്ട് അയച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇന്നത്തെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഒരു ഇൻസ്റ്റഗ്രാം റീലും കൂടെ എടുത്താലോ. ഇതിപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ എൻ്റെ ക്ലോത്ത്സ്, റാക്കിലിരിക്കുന്ന ക്ലോത്ത്സ് ഭയങ്കര ഫംഗസ് വരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനൊരു ഡീഹ്യൂമിഡിഫയർ, ജസ്റ്റ് ഒരു സാഷേ പോലെ, നമ്മുടെ ഈ റൂം ഫ്രഷ്നർ പോലെ ഉണ്ടാവും, അത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം അത് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല മുമ്പ്. ഇപ്പോഴാണ് ഞാനത് നല്ല ശ്രദ്ധിക്കുന്നത്. ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയും വലിയ ബോക്സ് ആയിരിക്കും. ഞാൻ വിചാരിച്ചു ചെറിയ വല്ല പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഒന്നോ എൻ്റെ നെയിൽ പോളിഷ്, ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ എൻ്റെ നെയിൽ പോളിഷ്, അത് പോയി. ഓക്കെ, നെവർ മൈൻഡ്. നോ മാൻ, I don't know if you can see this, പക്ഷെ എൻ്റെ നെയിൽ പോളിഷ് പോയി. മാൻ, ദിസ് ബ്ലഡി പാക്കേജ് എനിക്ക് ഇപ്പോഴേ ഇതിനോട് ദേഷ്യം. ഇതെന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. ഇത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടാ മതിയോ? എന്താ ചെയ്യണ്ട? അല്ല, ഇതിൻ്റെ ഉള്ളിലുണ്ടോ? സോറി. എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് പോയി. ഓൾസോ ബാക്കിലത്തെ മെസ്സ് മൈൻഡ് ചെയ്യേണ്ടത്. ആക്ച്വലി വാഷ് ചെയ്ത ക്ലോത്ത്സ് എനിക്കത് ഫോൾഡ് ചെയ്യണം. ഞാൻ ഇച്ചിരി കട്ട് ചെയ്തൊന്നു ഞാൻ. ഇതിങ്ങനെ ഒരു പാക്കറ്റാ. ഞാൻ ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ഹാങ് ചെയ്തിട്ടാൽ മതി. ഐ തിങ്ക് ഇറ്റ് വിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എന്ത് സാധനം ഒരു മിനിറ്റ് നോക്കട്ടെ.
കാൽഷ്യം ക്ലോറൈഡ്. ഇത് കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാൽഷ്യം ക്ലോറൈഡ് ഇറ്റ് വിൽ അബ്സോർബ് ദ സറൗണ്ടിങ്ങിലുള്ള ഹ്യൂമിഡിറ്റി ആൻഡ് എന്നിട്ട് അതിൽ വരുന്ന വാട്ടർ ഇതിൽ ഫില്ലാവും. എന്നിട്ട് ഇത് ഫില്ലാവുമ്പോൾ നിങ്ങളിത് മാറ്റിയിട്ട് വേറെ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഞാൻ ഇത് ആമസോണിൽ ഓർഡർ ചെയ്താൽ ഇഫ് യു വോണ്ട് ദ ലിങ്ക് ഞാനത് ലിങ്ക് തരാം. ഓക്കെ ഇതിട്ടോക്കാം. ഇത് ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഇവിടെ വെക്കണോ അത് ഇവിടെ വെക്കണോ, ഞാൻ ഇവിടെ ഇങ്ങനെ തൂക്കിയിടാം. ഞാൻ ജസ്റ്റ് അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ. ഇത് ഇതിൻ്റെ എല്ലാം മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇതായി പോകുന്നത് തോന്നുന്നു. ലോണ്ട്രീസ് കണ്ടോ, ലോണ്ട്രിയിൽ വയ്ക്കാം, സ്റ്റോറേജിൽ വയ്ക്കാം, ബാത്റൂമിൽ വയ്ക്കാം ആൻഡ് ക്ലോസറ്റ്സിൽ വയ്ക്കാം. ഞാൻ എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. യെസ്, അപ്പം അത് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇന്നലെ ഉറങ്ങിപ്പോയി ഫുഡ് കഴിച്ചിട്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് മൺഡേ മോർണിംഗാ. ഇപ്പോൾ 8:30 20 ആവറായി. ഇപ്പോൾ എനിക്ക് റെഡിയായി ഓഫീസിൽ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഔട്ട്രോ പോലെ എടുക്കാമെന്ന്.